നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അതിന്റെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം പ്രചോദേട്ടാ, ഷാജോൻ ചേട്ടാ, നസീറിക്ക. സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നല്ലോ? അടിപൊളിയാണല്ലോ. അടിപൊളിയാണ്. ബാക്കി ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ ഒരു ഗ്യാപ്പ് എടുത്ത് നമ്മൾ ചിരിക്കാൻ വന്നിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് ചിരിക്കാം. നമ്മൾ ചിരിക്കാൻ ഒറ്റയ്ക്കല്ല, പത്തനംതിട്ടയിൽ ഒരു ലോഡ് ആൾക്കാരുണ്ട്. അവിടുത്തെ തൊഴിലുറപ്പുകാരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, ഹരിതകർമ്മ സേനയുണ്ട്. എല്ലാവർക്കും നല്ലൊരു കൈയടി. ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒരു ഉഗ്രൻ ടീമാണ് വരാൻ വന്നത്. മനോജ് വലഞ്ചുഴിയുണ്ട്, സുമിയുണ്ട്, കൂടെ അജേഷ്. ഹലോ വിലാസിനി. എടി ജഗദമ്മേ, നീ ഇത്രയും സമയമായിട്ട് എന്താടി തൊഴിലുറപ്പിന് വരാൻ താമസിക്കുന്നേ? അത് കൊള്ളാം, ഞാൻ വന്നാലേ തൊഴിലുറപ്പ് നടക്കത്തുള്ളൂ. ഇത് എന്തോ ആർക്കടി ഇത്ര ധൃതി അങ്ങോട്ട്? എടി മാറ്ററിന് ഇവിടെ കാത്തിരിക്കുവാണെന്ന്. അല്ലേലും അവക്കുള്ള സുഖമാണ്. അവക്ക് എവിടെയെങ്കിലും പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി താമസിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര അസുഖമാണ്. ഞാൻ ഇച്ചിരി താമസിച്ചേ വരുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പണി അങ്ങോട്ട് തുടങ്ങ്. 4ാമത്തെ തെങ്ങും ചോട്ടിൽ തൂമ്പ വീഴുന്നതിന് മുമ്പ് ഈ ജഗദമ്മ അവിടെ എത്തിയിരിക്കും. ശംഭോ മഹാദേവ. അതുകൊണ്ട് നീ പോ മോളെ വിലാസിനി, പോയി പണിയെടുക്ക. അയ്യോ, ഇവൾ ആര്? ജഗദമ്മയോ ജഗന്നാഥനോ? കണ്ടോ കണ്ടോ, 10-35 വയസ്സ് പ്രായമുള്ള ഒരു കല്യാണം ഉറച്ച ചെറുക്കനെ കിടന്ന പായ പോലും മടക്കി വെച്ചിട്ടുണ്ട്. നോക്ക്, അവന് എവിടെ പോയി കിടക്കുവാടാ. എടാ അംജിത്തേ. ചെറുക്കൻ ഒരു പേരിട്ടിട്ട് പകുതി ഞാനങ്ങ് വിഴുങ്ങു വാങ്ങ. അംജിത്തേ, ജിത്തയല്ല, സൗദി അറേബ്യ. ആടിയാടി അവനെ നേരെ വെളുത്തപ്പോ പോയതാണോടാ നീയാ? നേരെ പെടുത്തപ്പോ പോവാൻ ഞാനെന്ത് ഇരുട്ടായിരുന്നു. എനിക്കിതിൽ പങ്കില്ല പറഞ്ഞതാണ്. ചിരിക്കത്തില്ല മോനെ, ചിരിക്കത്തില്ല. ഇത്ര നേരം എവിടെ ആയിരുന്നടാ നീ? ഞാൻ അപ്പുറത്തെ വേണുവിന്റെ വീട്ടിൽ പോയായിരുന്നു. ഓണം കൊണ്ടോ? വേണു എത്ര ഇവിടെ വരുന്നു? വേണു എത്ര ഇവിടെ വരുന്നു? ചെവിക്കാത്ത വീട് വരുന്നത്. വേണു എത്ര ഈ വീട്ടിൽ വരുന്നു? നീ എന്തോ നാണമില്ലാതെ എപ്പോഴും ആ ചെറുക്കന്റെ വീട്ടിൽ പോവാ. ഞാൻ അവരുടെ വീടിനകത്തൊന്നും ചെന്ന് കയറത്തില്ല. അവരുടെ വീട്ടിൽ പുതിയ ഗേറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഓ, ഗേറ്റ് കാണാൻ പോയതാണോ? ഇല്ല, ഞാൻ ഗേറ്റ് കഴിഞ്ഞ് ഞാൻ ചാമ്പേ പോയി ഇരിക്കും. വേണു ഉടനെ തെള്ളു, ഞാൻ മതിലെ വന്നിരിക്കും. വേണു തെള്ളും ചാമ്പേ പോയി ഇരിക്കും. അമ്മേ, വേണു 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 വീണു വേണുവിന്റെ ഏണ് പോയമ്മേ. വീണു 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 10-35 വയസ്സ് ഇതിന്റെ കല്യാണം കുറച്ച് ചേർക്കാന്നാ നീ? നാണമില്ലല്ലോ ഇങ്ങനെ കുഞ്ഞു കളിച്ചോണ്ട് നിനക്ക് നടക്കാനായിട്ട്. എന്റെ അമ്മച്ചി എത്ര കാലം ജീവിച്ചിരിക്കുന്നു, എനിക്ക് എത്രയോ പ്രായമുണ്ടോ അന്ന് വരെ ഞാൻ കുഞ്ഞായിരിക്കും. ഞാൻ കളിച്ചോട്ടേ ഇരിക്കും. നാണമില്ലാത്തവന്. ഇതാര് കിടന്നതാ? ഞാൻ കിടന്നതാ. ആരാ ഇത് മടക്കി വെക്കേണ്ടുന്നത്? അമ്മ. ഞാൻ മടക്കാം. മടക്ക്. എടാ, ഞാൻ തൊഴിലുറപ്പിന് പോകുമ്പോഴേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നീ അങ്ങോട്ടൊന്ന് വന്നേക്കണം കേട്ടോ. ഞാൻ വരാം. അയ്യോ, നാണോ ഇല്ലയോ? അയ്യോ, ഷർട്ടൊക്കെ ഇട്ടുണ്ട്, പാനൊക്കെ നാണോ ഇല്ല? നിന്റെ ഷർട്ടല്ലേ ഞാൻ ഇട്ടേക്കുന്നത്? എന്റെ കെട്ടിയവന്റെ ഷർട്ടാ ഞാൻ ഇട്ടേക്കുന്നത്. അച്ഛൻ പിന്നെ ഈ ഷർട്ട് ഇടുന്നത് ഈടായിരിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. എന്താ സാധാരണ നമ്മൾ ഷർട്ട് ഇടുന്നത് എന്തിനാ? ശരീരം മറയ്ക്കാൻ. എന്റെ അച്ഛൻ ഷർട്ട് കയറ്റിട്ട് ഇവിടുത്തെ 2 ബട്ടൺസ് മാത്രം ഇട്ടിട്ട് കൈയും ചുരുട്ടി വെച്ച് ഇങ്ങോട്ട് കീറിയ സീറ്റ് പോലെ നെഞ്ചാൻ കൂടും കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത്. എന്തോ നാണം കേടാന്നറിയോ? ആ നാണക്കേട് കൊണ്ടാണോ നീ അങ്ങനെ ബൈക്കിൽ കയറ്റാത്തത്? ബൈക്കിൽ കയറ്റുന്ന നാണം കേടും കൊണ്ടൊന്നുമല്ല. പത്തനംതിട്ട നമ്മുടെ വീട്ടിൽ വരാൻ എത്ര സമയം എടുക്കും? 10 മിനിറ്റ്. 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. എന്റെ അച്ഛന് ബൈക്കിന്റെ പുറകെ വെച്ചിട്ട് പത്തനംതിട്ട ഇവിടെ വരണമെങ്കിൽ 6 മണിക്കൂർ എടുക്കും. അച്ഛന്റെ ഷർട്ടിനകത്ത് കാറ്റ് പിടിച്ചിട്ട് പുറമോട്ട് വലിക്കുക. എന്നോട് പറയാൻ എന്നോട് ചോദിച്ചെന്നറിയോ? സ്കൂട്ടറിന്റെ പറയാ പാരച്ചൂട്ടും വെച്ച് കെട്ടിക്കൊണ്ട് പോകാൻ നാണമില്ല. ഇവിടെ എന്നോട് സംസാരിച്ചോണ്ടിരിക്കാൻ നേരമില്ല. തൊഴിലുറപ്പിന് ചെന്നില്ല, നിന്റെ അപ്പച്ചിക്കാരി എന്നെ കൊല്ലും. അപ്പച്ചി പണിക്ക് വരുന്നുണ്ടോ? അയ്യോ, വരും. വീണ്ടും വന്നോ? ഞാൻ തമ്മി കണ്ടു കഴിഞ്ഞാൽ വഴക്കല്ലയോ? സൂര്യന്റെ ചനലം നോക്കി ജോലി ചെയ്യുന്ന ഒരു പെണ്ണും പുള്ള. അതെന്താ? തണൽ നോക്കിയാണോ ജോലി ചെയ്യുന്നത്? ഹലോ, ആരാടാ അത്? ആരാ വിളിക്കുന്ന? ആരാ അത്? ഇറങ്ങിന്നോ? എത്തുന്നു. ഞാൻ പെണ്ണ് കണ്ട പെണ്ണിന്റെ അച്ഛൻ വരുന്നുണ്ടോ ഇങ്ങോട്ട്? ഓ, ഞാൻ കുളിച്ചുമില്ല, നനച്ചുമില്ല, എന്താ ചെയ്യുന്നത്? പുളി അങ്ങ് കഴിഞ്ഞങ്ങ്. പെണ്ണിന്റെ അച്ഛനാന്ന് പെൺകിനാന്നാ വരുന്നത്. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ.
മുഖത്തെ ആദ്യത്തം കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ലല്ലേ? അല്ല അതിനകത്ത് കൂടെ എങ്ങോട്ടാ നോക്കുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ആ നമ്മള് ആദ്യമായിട്ട് കാണുമല്ലേ? ഞാൻ ശാരിയുടെ അച്ഛൻ രാജരാജശേഖര ഉദയവർമ്മ ഹരീഷ് വർമ്മ തമ്പുരാൻ. അല്ല ബ്രോക്കർ വരുമെന്ന് പറഞ്ഞായിരുന്നു, എന്താ ഇത്ര താമസിച്ചെന്താ? അല്ല ഞാൻ പകുതി വഴി വന്നപ്പോഴാണേ എന്റെ പേരിന്റെ കൂടെയുള്ള തമ്പുരാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ വേണ്ടി പോയി, അതാണ് താമസിച്ചത്. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ആ തമ്പുരാനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പോരായിരുന്നു. എന്റെ പേരിന്റെ കൂടെയുള്ള തമ്പുരാനാ, അല്ലാതെ എമ്പുരാനല്ല. നിനക്ക് കട്ട് ചെയ്യാനാ. എങ്ങനാ വന്നത്? ഞാൻ കാറില് വന്ന്. എപ്പോ തിരിച്ചു? കാറിനകത്ത് കയറി ഇരുന്നിട്ട് തിരിച്ചു. ഇങ്ങനെല്ലാം തിരിച്ചു. ഇങ്ങനെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, സമയം കിട്ടിയില്ല. കാരണം ഞാൻ ഈ മസ്കറ്റിൽ നിന്ന് പോന്നു കഴിഞ്ഞാലേ പിന്നെ മസ്കറ്റിൽ ആരും ഇല്ലല്ലോ. മസ്കറ്റ് അതോടുകൂടി അവസാനം. മസ്കറ്റ് പിന്നെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ മസ്കറ്റ് എന്റെ കമ്പനി മസ്കറ്റിലല്ലേ. ഞാനിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ കമ്പനി നോക്കി നടത്താൻ ആരും ഇല്ലല്ലോ, അതാണ് ഉദ്ദേശം. മസ്കറ്റിൽ എവിടാ? ഞാൻ സ്ഥലമല്ല, ഇവന്റെ അച്ഛൻ അതേതോ കവലല്ല. ജോലി എന്തായിരുന്നു? സത്യം പറഞ്ഞാല് ഞാൻ ഇപ്പോൾ അവിടെ ഒരു കമ്പനിയുടെ MD ആണ്. ഈ കമ്പനി എന്ന് പറഞ്ഞാല് വലിയ വലിയ പ്രോഡക്റ്റുകളില്ലേ, ആ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. അങ്ങനെ ഒരു പ്രൊമോഷൻ കമ്പനിയാണ് എന്റെ മോളെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ പ്രൊമോഷൻ കമ്പനിയുടെ ഉടമ നീയാണ്. പ്രൊമോഷൻ കമ്പനി ആണോ അതോ പൊറോട്ട അടിക്കുന്ന കമ്പനിയാണോ? മുട്ട കൊടുക്കുമ്പോ എന്നെ കൂട്ടി അടിക്കത്തി ഇയാള്. അല്ല ഞങ്ങള് പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഒടപ്പുറന്നോന്റെ ആരും കണ്ടില്ല, ഒടപ്പുറന്നോത്തിയുടെ വീട്ടുകാരെ മാത്രമേ കണ്ടുള്ളായിരുന്നു. എന്റെ വീട്ടുകാരെ അതെ അതെ ഞാൻ മനഃപൂർവ്വം വിളിക്കാഞ്ഞതാ. അവര് വന്ന് അച്ചപ്പം മുറുക്കൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല, മൊത്തം തിരിച്ചു. തന്നല്ല എന്റെ ഈ ബന്ധുക്കളൊക്കെ ഇടുക്കിയിലാണല്ലോ. എന്റെ അപ്പൂപ്പന്റെ കാലത്ത് അപ്പൂപ്പൻ കുടിയേറി പാർത്തതാണ് ഇടുക്കിയില്. ഇപ്പൊ പണക്കാരായതാണ്, അന്ന് വീടും ബസ്സൊന്നും ഇല്ലാതെ കുടിയേറി പാർത്തായിരിക്കും അല്ലയോ? അങ്ങനല്ല, അപ്പൊ നല്ല കുടിയായിരുന്നു. ആ കുടി ഏറി 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 എങ്ങോട്ടൊക്കെ കേറി അവസാനം ഇടുക്കി പോയി അവിടെ അങ്ങ് പാർത്തു. അപ്പൂപ്പൻ അതുപോലെ വലിയ കുടിയായിരുന്നു. അപ്പൂപ്പന്റെ കുടി, അപ്പൂപ്പൻ നേരം വെളുത്ത് കിടക്കപ്പായ എഴുന്നേറ്റ് അങ്ങോട്ട് ഇരിക്കും. കുടി 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 അങ്ങനത്തെ ഒരു കുടിയനായിരുന്നു അപ്പൂപ്പൻ. അതാണ് ചോദിക്കുന്നുണ്ടെന്നും തോന്നരുത്. ഈ കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്താ പറയാ ആയത്? ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി, ഏകദേശം ഓൾമോസ്റ്റ് ഓക്കെ. സ്വർണ്ണം എവിടുന്ന എടുക്കുന്നേ? എന്റെ അറിവിൽ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കും. അമ്മയ്ക്ക് വേണം ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചത്. അല്ല ഞാൻ ഈ കൊച്ചിനിടാനുള്ള സ്വർണ്ണമൊക്കെ ഏത് കടയിൽ അങ്ങനെ തെളിച്ച് പറയണ്ട പെങ്ങളെ. ഞാന് ഈ സാധാരണ ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് പോലും ഞാൻ എടുക്കാറില്ല, കാരണം വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം തന്നല്ല ഞാനൊരു MD അല്ലേ, ഒരു കമ്പനിയുടെ MD അല്ലേ, അതുകൊണ്ട് ഇവിടെ നിർത്ത് നാണക്കേടല്ലേ. ഞാൻ സ്വർണം മൊത്തം ഇമ്പോർട്ട് ചെയ്യും. ഇമ്പ്രൂക്കൂട്ടനോ? ഇമ്പോർട്ട് ചെയ്യും. അതെനിക്ക് മനസ്സിലായി. ഇമ്പ്രൂക്കൂട്ടൻ എന്ന് പറഞ്ഞാൽ അല്ലേ വിദേശ രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്യുവാന്നോ? അങ്ങനെ ആ സാധനമാണ് ഞാൻ ചെയ്യുന്നത്. ഇമ്പ്രോട്ട് ഈ കോട്ട് ഇമ്പ്രോട്ടാണോ? ഭയങ്കര രസീകരാണല്ലേ. ഭയങ്കരമായിട്ട് തമാശ പറയും. രണ്ട് തമാശ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. എനിക്ക് കമർത്തി കൂടുതൽ ചിരിക്കാൻ പറ്റത്തില്ല, ചുമയ്ക്കും. പിന്നെ ഓടപ്പുറം തന്നെ ഞങ്ങൾ ഈ കൊച്ചിന് കല്യാണ സാരി ഞങ്ങൾ അങ്ങ് എടുക്കാനോ അതോ ഡാഡ വരുന്നു? വേണ്ട നിങ്ങൾ എടുക്കാനോ? അയ്യോ ഇവിടത്തെ ഒന്നും വിശ്വസിക്കരുതെന്നേ. ഞാൻ പട്ടുനൂല് നേരിട്ട് വരുത്തുക. മുഴുവന്റെ കയ്യിൽ നിന്നോ? കാഞ്ചീപുരത്ത് ഞാൻ പറഞ്ഞു പണിപ്പിക്കുകയാണ് പട്ട് സാരി. അവിടെ പോണം, സാരി പണിന്ന് കണ്ടിട്ടുണ്ടോ? നേരെ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല. അവിടെ ചെന്ന് നോക്കണേ, ഈ സാരി പണിയുമ്പേ ഇവിടുന്ന് നൂല് ഇങ്ങോട്ടിട്ട് തറയിൽ ഇങ്ങോട്ട് ഇടുമ്പോ ഇവിടുന്ന് രണ്ടടി ഇങ്ങനെയാണ് കാഞ്ചീപുരം പണിയുന്നത്. കാഞ്ചീപുരം പണിയുന്ന കഞ്ചാവടിച്ചിട്ട് കാണിക്കുന്നതാണ്. അച്ഛനപ്പം എന്നെ ഇഷ്ടപ്പെട്ടോ അച്ഛാ? പിന്നെ എന്റെ ദൈവമേ, സത്യം പറഞ്ഞല്ലേ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ മോളെ പറഞ്ഞു വിടാൻ എങ്ങനെ, പക്ഷെ ഞാൻ അങ്ങനെ നോക്കത്തില്ല. എന്റെ അച്ഛന് ഭയങ്കര കാശൊക്കെ ഉള്ള ആളല്ലേ. കാശൊക്കെ ഉള്ള കാര്യം അച്ഛൻ, എന്റെ അച്ഛൻ എല്ലാ കാര്യം നോക്കുക, കല്യാണത്തിന്റെ എല്ലാ കാര്യം നോക്കുക. അല്ല അച്ഛൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതാണ് മോൻ അമ്മ ഇങ്ങനെ പ്രസ് ചെയ്തോണ്ടിരിക്കുന്നത്. പറയുമ്പേ എന്നും പറഞ്ഞു. നീ തന്നെ പറയണ എന്താണ് അച്ഛന്റെ പ്രത്യേകത? എന്ത് വായു
അത് വിട്ടുകളഞ്ഞേക്കാം. ഓക്കേ. നമ്മുടെ ബന്ധം വല്ലാണ്ടായി പോകും. എന്തോ പറഞ്ഞ് കേറ്റുവാ. വെറുതെ ഇരുന്ന് വീടിന്റെ മൂല ഇരുന്ന് ഓക്സിജൻ വലിച്ചകത്തോട്ട് കയറ്റും, കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾക്കൊക്കെ ഒരു സഹായം. അച്ഛന്റെ പേര് വാസൂട്ടി തന്നെയല്ലോ, ഗ്യാസൂട്ടി തന്നെയല്ലോ. ഓക്കെ, എന്തായാലും അത് കളഞ്ഞു കുളിച്ചില്ല. അപ്പോ ഇവിടെ വേറെ ആരും ഇല്ലേ ഇവിടെ? വേറെ എന്ന് പറയുമ്പോ ഉടപ്പറന്നെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് എന്റെ അമ്മാവൻ. ആണോ? എവിടെ? ആ തൊഴുത്തിലുണ്ട് കേശവമ്മാവൻ. തൊഴുത്തിലാന്നേ കേശവമാമല്ല, പശുമമ്മ. കേശവമ്മാവൻ തൊഴുത്തിൽ ഓ നിക്കുന്നേ മോളാണേ. അമ്മളെ ആടാട് വന്ന് ഇല്ല കുഴപ്പമില്ല. എനിക്ക് നിനക്ക് ഇഷ്ടമാണോ എനിക്കിഷ്ടല്ലേ? എന്താ എങ്ങനെ ഉണ്ട്? അമ്മയുണ്ട്, അവനുണ്ട്. കുട്ടപ്പായുടെ കൊടുക്കാനോ? ആരാ കുട്ടപ്പായി? ആരാ? അല്ല, ഇവിടെ അങ്ങനെ ഒരാളില്ല. ഇത് മോളെ വീട് മാറി. എന്നെ അവള് വിളിക്കുന്ന കുട്ടപ്പായി എന്നാണ്. കുട്ടപ്പായി എന്നാ വിളിക്കുന്നത്, എന്നെ വിളിക്കുന്നത്. എന്തുവേലും പറഞ്ഞു ഒലിപ്പിക്കും ഉടനെ കുട്ടപ്പായി. പശുവിനെ കാണുമ്പോ ആ ഡാഡി വന്നു ഇവിടെ. അയച്ചോ ആ ഡാഡി ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇതൊക്കെയാണ്. വേണമെങ്കിൽ കഴിഞ്ഞോ തരിഞ്ഞോ ഡാഡി മസ്കറ്റിലെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ എന്താ പറയണ്ടേ, ഡാഡിയോട് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ. നമ്മുടെ പിന്നെ ഇതില്ലേ നമ്മളിവിടെ അന്തരം പറഞ്ഞില്ലായിരുന്നു, അതുപോലൊന്നും അല്ല ഡാഡി, വേറെ രീതിയിൽ. എൻ്റെ കൂടോ എന്തോ പറയുന്നേ, എന്തിനാ പറയുന്നത് പൊന്നെ കരയുന്നതിനാണ്? വേദനയുണ്ടോ ഉടപ്പറന്നോനെ? വേദന ഉണ്ടെന്ന് വെച്ചാല് മസ്കറ്റിൽ എനിക്ക് ഇങ്ങനെ പറ്റിയിട്ടില്ല. മസ്കറ്റിൽ ഒട്ടകം, ഇത് പശു അമ്മി. അമ്മിണിക്ക് പരിചയം ഇല്ലാത്തോണ്ടാ തൊഴി കിട്ടിയത്. പറയാൻ വയ്യായിരുന്നു മോന്റെ അമ്മായിയപ്പനാന്ന്. പശുവിനോട് ഞാൻ എങ്ങനെ പറഞ്ഞ അതിന് മനസ്സിലാവുമോ? അമ്മടി എന്ന് വിളിക്കുന്ന പശുവിന് മനസ്സിലാവും. ശരിയാന്നല്ലോ. പൂച്ചയുണ്ടോ? ചെറുക്കൻ ഭൂമി തുറന്ന് പോ ആണ്ടടാ കിടന്ന് മണ്ണു തിന്നുന്നു. അവനങ്ങനെ സാഷ്ടാംഗം ചിലപ്പോ വാട്ട് ചാർജ് തീർന്നു. ഇപ്പോഴേ മുന്തിരിങ്ങ വരെ നക്കി തിന്നോടാ. അയ്യോ ഞാൻ എന്റെ കുഞ്ഞായോണ്ട് പറയല്ല കേട്ടോ, ആൾക്കാരോട് പെരുമാറാൻ ഇതുപോലൊരു കുഞ്ഞ് ഇങ്ങനെ ഒരു പഞ്ചായത്തിലേ കാണത്തില്ല. എന്റെ മോൾക്ക് ഇവന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഒന്ന് പകച്ചു. ഞാനും പിന്നെ എന്റെ സങ്കല്പത്തിലെ അതേ പയ്യനാടാ നീ, പക്ഷെ അവന് ഇത്രയും വയറില്ല. ഇപ്പൊ ഓക്കെ സെറ്റ്. പെരുമാറാന് ഇതുപോലെ ആൾക്കാരോട് പെരുമാറാൻ ബഹുമാനം കൊടുത്തവൻ ബഹുമാനം അങ്ങ് മേടിക്കുക. ഞാൻ തന്നെ ഇവനെ ചിലപ്പോ അയ്യോ എനിക്ക് വയ്യ അങ്ങ് സ്വന്തം അഭിമാനമേ ഞാൻ അമ്മയാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അപ്പൊ ഞാൻ വളച്ചുകെട്ടില്ലാതെ ചോദിക്കുകയാണ്, ഈ ചക്കരക്കൂട്ടനെ എനിക്ക് തരുന്നതിൽ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ പെങ്ങൾക്ക്? ഓരോ ഡിമാൻഡും ഇല്ല, ഇവനെ അങ്ങ് എടുത്താ എന്റെ പൊന്നുമാന. ഇല്ലല്ലേ? പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്തുവാ? കല്യാണം കഴിഞ്ഞാൽ ഇവൻ എന്റെ വീട്ടിൽ താമസിക്കണം. നല്ല പരിപാടിയാണ്. അതെ, നല്ല സാധനമാണ്. അതത്ര നല്ല പരിപാടിയല്ല. നല്ല സാധനം. എന്താടാ ശാരി ഞാൻ കൊണ്ടുവരും, പപ്പ അങ്ങ് പോയി കഴിയുമ്പോൾ മമ്മി മാത്രമല്ലേ കേട്ടോ. അപ്പൊ ഞാൻ നമുക്കന്ന് എന്തൊക്കെ അസുഖങ്ങളാ? ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗ്, ഇടയ്ക്കിടയ്ക്ക് കറക്കം, എല്ലാം അവിടെ അസുഖങ്ങളാ. അതിനൊക്കെ ഞാൻ കൂട്ടിരിക്കട്ടെ. അതൊരു കാര്യം പറയട്ടെ, പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ ഡിമാൻഡിന്റെ കാര്യം ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ. ഇഷ്ടപ്പെട്ടോ? എന്തുവാടാ പെണ്ണിനെ ഇഷ്ടമായെന്ന് ചോദിച്ചാന്നോ? പുള്ളി കച്ചത്തിലടിച്ച സ്പ്രേയുടെ മണം ഇഷ്ടമായത്. ഞാൻ എന്തോ പറഞ്ഞാലും നിങ്ങൾ എന്തോ കൊടുത്ത് വായിച്ചാലും കുഴപ്പമില്ല, ഞാൻ ചെറുക്കനെ അങ്ങോട്ട് വിടത്തില്ല. കാരണം എന്താടാ നിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റക്കുള്ളപ്പോ നീ അങ്ങോട്ട് പോകും. ഞങ്ങൾക്ക് പ്രായമായി വരുവാണോ? രാത്രി എന്തെങ്കിലും അസുഖം വന്നാൽ എന്തോ ചെയ്യും. എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാൻ നിന്റെ പേര് ആംബുലൻസ് തന്നു. കഴിഞ്ഞ മാസം എവിടുന്നോ ഒരു പെണ്ണിനെ ഇവൻ വിളിച്ചോണ്ട് വന്ന് ഞാൻ നടവാർക്കെ ഒരു വിളക്ക് കൊടുത്ത് വിട്ടപ്പം അവൾ അകത്തോട്ട് കയറി മിണ്ടരുത്, അവൾ അകത്തോട്ട് കയറി ഇവന്റെ തനിക്കോണം കണ്ട് അപ്പോഴേ പോയി. ആ വിളക്കാണ് ഇവള് വിലാസിനിയുടെ വീട്ടിൽ നിന്ന് അടിച്ചോണ്ട് വന്ന വിളക്ക്. അതിനകത്ത് വിലാസിനി എം എന്നുള്ള പേരും കണ്ട് കടയിൽ കൊണ്ട് വിൽക്കാൻ നേരം ഇവനെ പോലീസും പിടിച്ച് എന്തുമാത്രം കേസും പൂരും ആയതെന്ന് അറിയാമോ? ഇവനെ ആരും പെണ്ണ് കൊടുക്കത്തില്ല. കൈ കുത്തിക്കരുത് കേട്ടോ. നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് നീ എന്തിനാണ്? ഞാനല്ല, ഞാനായിരുന്നു. ആകെപ്പാടെ 3 പേരെ ഉള്ളായിരുന്നു, അടിച്ചത് അമ്മയാ. ഞാനേ ഡാഡിയേ
നാടകം എപ്പോ തുടങ്ങും? ഏത്? അല്ല ഫസ്റ്റ് വല്ല് കേട്ടായിരുന്നു, ഇതുവഴി ഇങ്ങനെ കേറിപ്പോയായിരുന്നു. മൂന്നാമത്തേന് തുടങ്ങുമല്ലോ. അമ്മ ഡാഡിയുടെ ബോധം പോയെന്ന്. ഇങ്ങേര് നിനക്ക് പെണ്ണിനെ തരാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ. എന്ത്? ഇങ്ങേർക്ക് യാതൊരു ബോധവും ഇല്ലെന്ന്. ഡാഡി ഡാഡി കൂൾ. അയച്ചു ഒരു വലിയ കൈഡ് പറഞ്ഞേ ഷാജോൻ ചേട്ടാ. മനോജേ, സുമി, ഓ. അജേഷേ, നല്ല ഉഗ്ര സ്കിറ്റായിരുന്നു. ഉഗ്ര സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ചിരിച്ചെന്റെ ഊപ്പാടുള്ളതെന്ന് പറഞ്ഞാൽ കലക്കം സ്കിറ്റായിരുന്നു കേട്ടോ. നമ്മൾ പല പെണ്ണ് കാണലും കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ആണ് കാണൽ കാണുമായിരുന്നു. ആ ചെറുക്കനെ കാണാൻ വേണ്ടി പെണ്ണിന്റെ അപ്പൻ ഇങ്ങോട്ട് വരികയാണ്. സുമി വന്ന് തൊഴിലുറപ്പിന് പോകുന്ന പരിപാടിയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് ആ ഫോൺ കോൾ ചെറിയൊരു ചിരി അങ്ങ് കിട്ടി. അത് കഴിഞ്ഞ് മകനായിട്ടുള്ള മനോജ് വന്ന് ആ ഗേറ്റേ കയറുന്നോടെ മുതൽ ആ സ്കിറ്റിലോട്ട് നമ്മളങ്ങോട്ട് ഇന്നായിട്ടുണ്ടല്ലോ. പിന്നെ എൻ്റെ അജേഷ് ഉഗ്രനായിരുന്നു. അജേഷ് ഈ സ്റ്റേജിൽ പെർഫോം ചെയ്തതിൽ ഏറ്റവും ഉഗ്രം പെർഫോം. എന്ത് രസമായിരുന്നു. അവിടുന്ന് വന്ന കേറിയ കാല് തൂക്കൽ മുതൽ മനോജിന്റെ ചോദ്യമുണ്ട്, ചെറുക്കൻ്റെ അച്ഛനാണോ പെൺകിനാണോ വരുന്നത് എന്ന് തുടങ്ങി അജേഷ് വന്ന് പറഞ്ഞതെല്ലാം ഉഗ്രം കൗണ്ടറുകളാണ്. ചിരിച്ച് ശരിക്ക് എൻജോയ് ചെയ്തു. അജേഷ് പൊളിയായിരുന്നു കേട്ടോ. അജേഷ് ഗംഭീരമായിരുന്നു. അജേഷിന് ഇതുവരെ ചെയ്ത ഒരു ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വേറൊരാള് വന്ന് നിന്ന് പെർഫോം ചെയ്യുന്ന പോലൊരു സംഭവമായിരുന്നു. ഇന്ന് നിങ്ങൾ അടിച്ച ഒരു സാധനവും നമ്മൾ എങ്ങും കേട്ടിട്ടില്ല. ഒരു തമാശകളുമായിട്ട് ബന്ധവുമില്ല. എല്ലാം ഫ്രഷ് സാധനം. 3 പേരും തകർത്തു. മനോജും സുമിയും ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്തു. അജേഷ് അത് ഗംഭീരമായിട്ട് ബാക്കി ചെയ്തു. ഉഗ്രം കൈഡി 3 പേരും അർഹിക്കുന്നതാണ്. അടിപൊളിയായിരുന്നു. ഒരുപാട് പൊട്ടിച്ചിരിക്കും. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ഗംഭീരം എന്ന് പറയാൻ പോരാ, അതിലും മേലിലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. ഒരു സാധനം ഇതിൽ മുങ്ങിപ്പോയി. ആ പശു തൊഴിച്ചതിന് ശേഷം ആ വരവ് ഇവിടെ കിടന്ന ആ ഉമ്മയുടെ നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞ സാധനങ്ങൾ മുങ്ങിപ്പോയി. അറിയാത്ത ആളെ കണ്ട അമ്മണി ചവിട്ട് വന്നു. അമ്മണിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ലായിരുന്നു. അത് ഇതുവരെ നടക്കാൻ വരാത്തൊരു വരവ് അജേഷിന്റെ വല്ലാത്തൊരു സ്റ്റെപ്പ് ഒക്കെ വെച്ച് നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. കാര്യം ഇവിടെ ഒരുത്തന്റെ പ്രകടനം ആ പടിയെ കിടന്ന് ഉമ്മയോടുമ്മ. അത് 3 പേര് തകർത്തു അഭിനയിച്ചു എന്ന് വേണം പറയാൻ കേട്ടോ. അതിൽ അജേഷാണ് മുന്നിട്ട് നിൽക്കുന്നത്. അജേഷിൻ്റെ ആ എൻട്രി തൊട്ടുള്ള ഭാഗം തൊട്ട് തീരുന്നിടം വരെയും ആ വീഴുന്നിടം ഡാഡി കൂള് വരെയും ഒരേ റേഞ്ചിൽ നിന്നു. എന്ത് രസമായിരുന്നു. മനോജ് പിന്നെ നിഷ്കളങ്കനായ ഒരു മരുമോൻ. അമ്മയ്ക്ക് എന്ന് പറഞ്ഞാലേ മോനെ ഇവിടെ നിന്ന് വിട്ടുകൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുന്ന അമ്മ. ചോദിച്ചപ്പോഴേ ഇപ്പുറത്ത് വന്നു. അപ്പന്റെ സ്ഥാനത്ത് പിന്നെ അപ്പന്റെ സൈഡ് പിടിച്ചപ്പോ തന്നെ അടിപൊളിയായി. ഇതേപോലുള്ള സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. എന്നാലേ നമ്മുടെ വേദി തന്നെ ഒന്ന് ഉണരൂ. അപ്പം ഇതുപോലുള്ളതുമായിട്ട് ഇനിയും വരിക. ഓക്കെ, അപ്പൊ അടുത്തേക്ക് കാണാം. മനോജേ, സുമി, അജേഷേ, 3 പേരും മത്സരിച്ച് പറന്ന് കളിച്ച സ്കിറ്റാണ്. 3 പേരും ഷാജാൻ പറഞ്ഞ പോലെ അജേഷ് ഇന്നേ വരെ കളിച്ചിലേക്ക് ഏറ്റവും നല്ല സ്കിറ്റ്. അടിപൊളിയായിരുന്നു. ഒരു അജേഷിന്റെ പെർഫോമൻസ്. ഫസ്റ്റ് തന്നെ ചിരി വന്നത് ആ പേര് പറഞ്ഞിട്ട് തമ്പുരാൻ വീട്ടിൽ വെച്ചിട്ട് മറന്നുപോയി. അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പട്ടം അതങ്ങ് കട്ട് ചെയ്താൽ പോരായിരുന്നു. കട്ട് ചെയ്യാനതായി തമ്പുരാന എമ്പുരാനല്ല. പിന്നെ അതിനുശേഷം സുമി ചോദിക്കുന്ന ഓരോ സ്ഥലത്ത് നിന്ന് കൗണ്ടറാ. എപ്പോ തിരിച്ചു? വണ്ടിക്കകത്ത് കയറിട്ട് തിരിച്ചു. എല്ലാ കൗണ്ടറുകളും അതായത് നിന്ന് ടൈമിങ്ങുള്ള അടിയായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത ഉഗ്രം കൗണ്ടറുകൾ. പ്രചോദേ, എന്തോ ഇതിന്റെ ആ തുടക്കത്തെ പോർഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ള ഇതാണെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഇങ്ങനെ ഒരു സാധനം വരാൻ കിടക്കുന്നത് ഇന്നത്തെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ കൗണ്ടറും ഈ പ്ലേയും കൂടെ ഒന്നിച്ചടിക്കാന്ന് പറയുന്നില്ല. അതാണ് ഈ സ്കിറ്റിന്റെ ഏറ്റവും നല്ല പ്രത്യേകത, ഏറ്റവും നല്ല ഗുണം അതായിരുന്നു. 3 പേരും മറന്ന് കളിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആസ്വദിച്ച് കളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അജേഷ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ മനസ്സിൽ നിന്ന് പോകാത്ത രീതിയിൽ അജേഷ് ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു സാധനം അജേഷ് ഇന്ന് കണ്ടിട്ടില്ല. മനോജ് അടിപൊളിയായിട്ടുണ്ട്. സുമി അടിപൊളി. അജേഷ് ബിഗ് സല്യൂട്ട്. താങ്ക് യു പ്രചോദേട്ടാ. അപ്പം ഐശ്വര്യമായിട്ട് ഈ സ്കിറ്റിന്റെ മാർക്സ് പ്രചോദേട്ടാ എത്ര കൊടുക്കാം? ഞാൻ ഒന്നുമില്ല, 25 രൂപ. 25,000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനൊരു 30,000 രൂപ. ഓ, ടോട്ടൽ 55,000 രൂപ. നസീർക്ക? ഞാനൊട്ട് പുറകോട്ട് പോകാൻ പാടില്ല. ഇതിന്റെ ഒക്കെ മേളിൽ നിൽക്കണം. പിന്നെ അജേഷ്, സുമി, മനോജ് പിടിച്ചു. ടോട്ടൽ എമൗണ്ട് ഗോൾഡൻ പഞ്ച്. പൊളിച്ചു.
ഇതിന് സന്തോഷം ഡാഡ പറഞ്ഞു തുടങ്ങട്ടെ. അതെ 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 ഡാഡാ ഡാഡ പറ അജേഷ് സന്തോഷം സന്തോഷം. ഒത്തിരി സന്തോഷം. എന്റെ രണ്ടാമത്തെ ഗോൾഡൻ പഞ്ച്. അജേഷ്, ഞാൻ ഇന്നത്തെ ഇത് ചോദിക്കട്ടെ. ഇന്ന് എനിക്ക് തോന്നുന്നു സാധാരണ മനോജാണ് ലീഡ് ചെയ്ത് ഒരു ക്യാരക്ടർ ചെയ്യാറുള്ളത്. കൂടുതലും അജേഷിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ബാക്കി കറക്റ്റ് കൗണ്ടറുകളെല്ലാം അടിച്ചടിച്ച് കൊടുക്കുക. ഇന്ന് ഈ ലീഡ് ചെയ്തതും ഇത്രയും ഈ സ്കിറ്റ് ഗംഭീരമാനുള്ളൊരു പ്രധാന കാരണം അജേഷ് തന്നെയാണ്. എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ തോന്നിയിരുന്നോ സ്കിറ്റിന് കയറുന്നതിന് മുൻപ്? സ്കിറ്റിന് എപ്പോഴും ടെൻഷൻ ഉണ്ട്. ഈ ഫ്ലോറിൽ കയറുമ്പോൾ ആ ഷട്ടറിന്റെ അവിടെ വരുമ്പോഴേ ഇടി തുടങ്ങും. അതായത് ഇവിടെ ഫസ്റ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയാണ് അതുപോലെ ഇരിക്കും രണ്ടാമതും മൂന്നാമതും വരുന്നേ. അതിനാണ് സുമി ആദ്യം ഇറക്കി വിടുന്നത്. അപ്പോൾ ഏത് പിടിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. സ്കിറ്റ് ഇങ്ങനെ ഡെവലപ്പ് ആകുമ്പോൾ ഏത് ക്യാരക്ടറിൽ സെൻട്രൽ കൊടുത്താൽ നിൽക്കും എന്നുള്ള കൂട്ടായ തീരുമാനത്തിലാണ് ഇന്ന ക്യാരക്ടർ വന്നിട്ട് ഇങ്ങനെ പോട്ടെ അങ്ങനെ തീരുമാനിക്കുന്നത്. അല്ലാതെ ഇന്നാൾ ഇന്നത് ചെയ്യുമ്പോൾ ഇന്നാൾക്ക് ഇത്ര കൂടുതൽ കൊടുക്കണം അങ്ങനൊന്നും നമ്മൾ ചെയ്യത്തില്ല. ഉള്ളത് ഞങ്ങൾ 3 പേരുടെ സംസാരിച്ച് പിന്നെ ഗ്രൂമേഴ്സിന്റെ. തീർച്ചയായും മനോജേ, ഇതിന്റെ പുറകിൽ മനോജിന്റെ ഒരു വലിയ ചിന്തകളും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അത് എങ്ങനെയാണ് നിങ്ങളൊരു സ്കിറ്റ് റെഡി ആയി കഴിയുമ്പോൾ ഇന്ന ക്യാരക്ടർ ഇന്ന ആള് ചെയ്യട്ടെ? തീർച്ചയായിട്ടും അങ്ങനെ. അതെങ്ങനെയാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ സ്കിറ്റിനകത്ത് സത്യം പറഞ്ഞാൽ ഈ സ്കിറ്റിനകത്ത് സുമി ബ്രോക്കറായിട്ട് വരുന്ന ഒരു സ്കിറ്റായിരുന്നു. അതിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ ബ്രോക്കർ വന്ന് നിൽക്കുമ്പോൾ ഈ സുമിയുടെ ഏതോ ഞങ്ങൾ ഇങ്ങനെ അടുത്ത് ക്ലാസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ബ്രോക്കർ വരുന്നിടത്ത് ബ്ലോക്കായി നിൽക്കുന്നു എന്തോ ഒരു സംഭവം. പിന്നെ മാറ്റിയെടുത്തിട്ട് ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഞാൻ മോനായി ഈ പിന്നെ അജേഷിനെ ഇതുപോലെ പെണ്ണിന്റെ അച്ഛനാക്കി. ഭയങ്കര സന്തോഷമുണ്ട്. നന്ദി പറയുവാണ് അല്ല, നന്ദി ഞങ്ങൾ നിങ്ങളോടാ പറയേണ്ടത്. കാര്യം നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. വരുന്ന എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണേ, ആർക്കും ഒരു ടെൻഷൻ ഉണ്ടാവരുത്, ആർക്കും സത്യം എന്നും ഞാൻ പ്രാർത്ഥിച്ച് വരുന്ന ഒരാളാണ്. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പൊളിക്കുമ്പം ഞങ്ങളിങ്ങനെ ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം അറിയോ? അതിന് ഞങ്ങൾ നിങ്ങളോടാണ് താങ്ക്സ് പറയേണ്ടത് എപ്പോഴും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടീം സ്പിരിറ്റിൽ മുന്നോട്ട് പോവുക. പുതിയ കഥാപാത്രങ്ങൾ വേണം, പുതിയ ചിന്തകൾ വേണം, പുതിയ ഇൻസിഡൻസ് വേണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഇതിലും ഗംഭീര ചിരികൾ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും തരിക. അതാണ് പറയാനുള്ളത് അല്ലേ നസീർക്ക? തീർച്ചയായിട്ടും. സുമി സന്തോഷം പറഞ്ഞില്ല. സുമി സന്തോഷം പറഞ്ഞതിന് സുമിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലേ? പിന്നെ നസീർക്ക, സുമിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യം സുമി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്നിരുന്നു പറഞ്ഞില്ലേ. ആ നെഗറ്റീവ് കമന്റ് പറഞ്ഞവരെ കൊണ്ട് തന്നെ ഇപ്പൊ പോസിറ്റീവ് കമന്റുകളാണ് സുമി ഇടിയിപ്പിക്കുന്നത്. ഇങ്ങനെ ഫാൻസ് ഉണ്ടെന്നറിഞ്ഞപ്പോൾ സുമിക്കുള്ള ഒരു മാനസിക സന്തോഷം എന്താണ്? ഫാൻസ് നമ്മൾ ഒരു ആർട്ടിസ്റ്റ് വൈസ് അംഗീകരിക്കുമ്പോഴാണല്ലോ ഫാൻസ് ഉണ്ടാവുന്നത് അല്ലേ? അല്ല, അത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാണ്. നമുക്ക് വലിയ പാടാണ്. നല്ലൊരു വേദി കിട്ടുക, നല്ല ജഡ്ജ്മെന്റ് കിട്ടുക, എന്തോ പറയാനറിയത്തില്ല, സന്തോഷം. വീട് എവിടെയായിരുന്നു? എന്റെ വീട് പന്തളംകാരാ ഇരിക്കുന്നത്. അതെ. പിന്നെ സ്കിറ്റിനകത്ത് ചിലത് മറന്നുപോകും. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്തായാലും പോവാന്നെ പറഞ്ഞേ. ഇതെനിക്ക് പറഞ്ഞു തന്നിട്ട് പക്ഷെ സാധാരണ നമുക്ക് ചിലത് മറന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ ഇത് സുമി വേറെ കുറെ സാധനം ഇട്ടിട്ട് സുമി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി എന്താന്ന് വെച്ചാൽ നീ എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ ഇട്ട് അത് നീണ്ടു പോകുന്ന കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഞാനും പറഞ്ഞു അച്ഛനെ പറ്റി മോൻ എന്തോ പറയാനുള്ളൂ. ഏറ്റവും സുമിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമി ഇപ്പൊ മുഖത്ത് ചാണകം തേച്ച് വേണമെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യത്തില്ല എന്ന് പറയത്തില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ധൈര്യമാണ്. അല്ല, തീർച്ചയായിട്ടും സുമി ആ ആത്മാർത്ഥതയാണ് സുമി ഈ ഫ്ലോറിൽ സുമിയെ ഇങ്ങനെ ഒരു എന്താ പറയുക ഉഗ്രൻ ആർട്ടിസ്റ്റാക്കി മാറ്റിയത് കേട്ടോ. സാധ്യമായ ഫാൻസ് ഉണ്ട്, ഒരുപാട് പേർക്ക് സുമി ഇഷ്ടമാണ്. നമുക്ക് കമന്റുകൾ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. ഇനിയും ഒരുപാട് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ സന്തോഷമായിട്ട് പോവാ, എന്നിട്ട് സമാധാനത്തിലിരുന്ന് ഇതേപോലെ വെടിച്ച് ലൈറ്റുമായിട്ട് അടുത്ത സ്കിറ്റ് നമുക്ക് കാണാം. ഓക്കെ ഡാഡാ മമ്മി. ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റെഡി ആയിട്ടുണ്ട്. വിളിക്കട്ടെ? പിന്നെ വിളിക്കേ. സൂര്യശ്രീ ഉണ്ട്, കൊച്ചുപ്രതിവേട്ടനുണ്ട്, സൈചേട്ടനുണ്ട്. നല്ലൊരു കൈ.
ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കള്ളനെ പോലെ കയറും പിടിച്ച് ഓടുവിളക്കി എന്നെ കാണാൻ വരരുതെന്ന്. കാരണന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചാണ് കീഴ്വഴക്കം നമ്മളായിട്ട് തെറ്റിക്കണോ? നമ്മളായിട്ട് തെറ്റിക്കണോന്നോ? എന്റെ അമ്മാവൻ ഒന്നാമത് കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങാർക്കാണെങ്കിൽ ഈ പ്രേമം പ്രണയം എന്ന് പറഞ്ഞൊരു സാധനം ഇഷ്ടമല്ലാത്തൊരു കാര്യം. അതിന് ഞാൻ ഈ പാതിരാത്രി അമ്മാവന് പെണ്ണ് കാണാൻ വേണ്ടി വന്നതല്ല, ഞാൻ എന്റെ പൊന്നിനെ കാണാൻ വേണ്ടി വന്നതല്ലേ. എന്നെ കാണാനോ? പറ്റത്തില്ല. ദേ കല്യാണത്തിന് മുമ്പ് ഒന്നും പാടില്ല, ഇറങ്ങിപ്പോ. കുഴപ്പമൊന്നുമില്ല, ഞാൻ നിന്നെ എന്തായാലും കെട്ടാൻ വേണ്ടി ഇരിക്കണം. ഒരു ദിവസം ഞാൻ ഇന്നിവിടെ തങ്ങും. ഇവിടെ തങ്ങാനോ? എന്റെ ദൈവമേ, അമ്മാവൻ കണ്ടോണ്ട് അത് മതി. ഇറങ്ങിപ്പോ. നീ ഏത് കാലഘട്ടത്തിലേ ജീവിക്കണത്? എടി, റിലീസിന് മുമ്പ് പ്രീവ്യൂ ഷോ വരെ ഉള്ള കാലാണത്. തൽക്കാലം ഒരു ടീച്ചർ ഒരു ടീച്ചറിൽ അങ്ങനെ ഒതുക്കല്ലേ, ഒരു ട്രailer-എങ്കിലും താ. മനസ്സിലായില്ല. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെട്ടിപ്പൊളന്ന് ഞാൻ ഇവിടെ ഇറങ്ങി ഓടാൻ നോക്കാം, ആരെങ്കിലും കാണുന്നതിന് കേട്ടോ. അല്ലെങ്കിലും അതെ, ഞാൻ എന്തെങ്കിലും ഒരു സ്നേഹമായിട്ട് വന്നോ അപ്പൊ അവള് എന്റെ മെക്കിട്ട് വരും. പൊന്നെ ഓടുന്നു ചക്കര കുക്കുടാച്ചി എന്നെ എന്തിനിങ്ങനെ സ്നേഹിച്ചങ്ങ് കൊല്ലുന്നേ? അല്ലാണ്ട് കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ പോലീസുകാർ കൊണ്ടുപോയി പൊട്ടി. അല്ലാണ്ട് കൊന്ന നിന്നെ ഞാൻ സ്നേഹിച്ച് അങ്ങോട്ട് കൊല്ലും. അതെ, ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ട്. ചേട്ട എന്നെ കൈ കൊണ്ട് കോരി എടുത്ത് ഇങ്ങനെ വട്ടം ഒന്ന് കറക്കിയെന്ന്. അത് മാത്രല്ല, പിന്നെ ബൈക്കില് 100-110 നമ്മളൊരു ഒറ്റ പോക്കി കൊച്ചിയിലോട്ട്. ഈ സ്വപ്നത്തിന്റെ ബാക്കി നീ കണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ രണ്ടുപേരും ആശുപത്രി കിടക്കണത് എന്തിനാ? എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ല. പിന്നെ ഇതൊക്കെ എന്ത് സ്വപ്നം? അതൊക്കെ ഞാൻ കണ്ട സ്വപ്നം. എടി, ഒരു കാട്ടിൽ ഞാനിങ്ങനെ നിൽക്കുക, മുതളിക രണ്ടാന എന്റെ അടുത്തേക്ക് പാഞ്ഞു വരുക. എന്റെ ദേഷ്യം നിനക്കറിയാലോ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ മുതളിക ആനനെ കണ്ട പിന്നെ എനിക്ക് പ്രാന്ത. ഞാൻ ഒരു ആനനെ അങ്ങനെ ചവിട്ടി പിടിച്ചു മറ്റേ ആനയുടെ തുമ്പിക്കൈയെ പിടിച്ച് ടക്ക് 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 4 അടി, എന്നിട്ടൊരു മാസ് BGM-ല് ആ ഹെലികോപ്റ്റർ കയറി ഒരൊറ്റ പോക്ക്. കുറച്ച് ഓവറാന്ന് തോന്നില്ലയോ? കുറച്ച് ഓവറാന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ സ്വപ്നത്തിന്റെ ഡയറക്ടർ ആരെന്നറിയാമോ? പൃഥ്വിരാജ്. കുറച്ച് മാസമൊക്കെ വേണം. നിങ്ങൾ ഈ മാസം പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ? വല്ല ആമ്പിള്ളാരും വന്ന് എന്നെ കെട്ടിക്കൊണ്ട് പോകും, നോക്കിക്കോ. പിന്നെ ചേട്ടാ, എന്തോ കല്യാണത്തെ പറ്റിയൊക്കെ പറ. കല്യാണത്തെ പറ്റി നീ ഒന്നും പേടിക്കണ്ട. കല്യാണം നമ്മൾ വെറുതെ ലളിതമായിട്ട് നടത്തുള്ളൂ. പക്ഷേ ഹണിമൂൺ ഇത് ഞാൻ അങ്ങ് ആഘോഷിക്കും. പിന്നെ ഈ കല്യാണത്തിന്റെ കേട് ഞാൻ എനിക്കൊക്കെ നാണം വരുന്നു. ഹണിമൂൺ നമ്മൾ എവിടൊക്കെ പോകും പറ. എന്റെ പൊന്നെ, നീ അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. കേട്ടപ്പോ തന്നെ ടെൻഷനായി. എന്റെ ദൈവം, നമ്മള് പോകുന്നത് എവിടെ അറിയാമോ? ഊട്ടി, മൂന്നാർ, കനാല് വഴി കുളു, മണാലി വഴി തിരിച്ചു വന്നിട്ട് കാശ്മീർ. നമ്മൾ എവിടൊക്കെ പോകുന്ന പറഞ്ഞേ? നമ്മൾ ഒരു സ്ഥലത്തും പോണില്ല. നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കരിയില കത്തിച്ച് തീ കായും. അല്ലെങ്കിലും എനിക്കറിയാം ഒരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കൊണ്ടുപോകത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടല്ലെന്ന്, എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റും. ഞാൻ തണുപ്പിനെ അതിജീവിക്കും. നീ ആര് പെഞ്ചിനാ? അല്ലെങ്കിലും എപ്പോ കണ്ടാലും നമ്മൾ തമ്മിൽ വഴക്കം, എപ്പോഴും കീരിയും പാമ്പുവാ. ഈ പെണ്ണിന്റെ കാര്യം. അയ്യോ, അമ്മാവനെ എണീറ്റെന്നാ തോന്നേ. ഈ ഫ്രിഡ്ജിനകത്തോട്ട് ഒന്ന് കയറുവാ. ഫ്രിഡ്ജിനകത്ത് കയറാൻ ഞാനവിടെ തലേ ദിവസത്തെ സാമ്പാർ. അയ്യോ എന്റെ ദൈവമേ. അതെ, ഞാനൊരു നൈറ്റി എടുത്ത് തരട്ടെ? അതുകൊണ്ട് ഒരു ഷാളും പോച്ചറിയ ഓട്. അല്ല, ഒരു കാര്യം ചെയ്യ്, ഈ കട്ടിലിനകത്തോട്ട് കയറ്. ഓക്കേ, കേറി വരുന്നതിന് മുമ്പിട്ട്. അമ്മാവാ, മുത്തശ്ശി പോയി. ഇത്രയും മത്ത കണ്ണും വെച്ചോണ്ട് ആ വാതിൽ ഇരുന്നപ്പോ അറിഞ്ഞൂടെ ഈ പ്രായമായ സ്ത്രീ ഇറങ്ങി നടക്കുമ്പോ ഒന്ന് പിടിച്ചൂടെ മാമ? ഒറ്റ അടി അടിച്ചാ നന്നില്ല. ടൂർ പോയ കാര്യമല്ല പറഞ്ഞത്, മുത്തശ്ശി മരിച്ചു പോയെന്ന്. നിലവിളക്ക്. അയ്യോ, എന്റെ മുത്തശ്ശി പോയേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. എന്തോടി? നിലവിളിക്കാൻ പറഞ്ഞു. നിലവിളക്കെടുക്കാനാ പറഞ്ഞത്. നിലവിളക്കെടുക്ക അപ്പുറത്തെ മുറി ഇഷ്ടം പോലെ കൊണ്ട് പോയി എടുക്കും. അല്ല, അവിടെ ഇല്ല. അവിടെ ഞാൻ ഇവിടെ എടുത്തോണ്ട് വെച്ചായിരുന്നു. എവിടെ? ഞാൻ ഈ കട്ടിന്റെ അടി കൊണ്ടുവച്ചായിരുന്നു. ഇവിടെ ഇല്ല. അല്ല, ഇവിടെ ഞാനല്ലേ കൊണ്ടുവച്ചത്. അപ്പുറത്തെ മുറിയിലായിരിക്കും മാമ, ഒന്ന് പോയി നോക്കും. അയ്യോ, ഞാൻ നിലവിളക്ക് ഇവിടെ കൊണ്ടുവച്ച എനിക്കറിയാം, ഇവിടെ ഉണ്ട്. അയ്യോ, ഈ കൊച്ചിന് എന്ത് പറ്റി? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ എടുത്തോളാം. ഒളിഞ്ഞെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതെല്ലേ, മാമ കൊണ്ട് കൊടുക്കാൻ നോക്കും. ഓക്കെ, പെട്ടെന്ന് കൊണ്ട് കൊടുക്കും മാമ. കണ്ടു, ഞാൻ കണ്ടു. എന്റെ മരിച്ചുപോയ മുത്തശ്ശി എനിക്ക് കണ്ണി കാണിച്ചു തന്നു. എന്റെ കണ്ണി കണ്ടു. അറിയാതെ പറ്റിപ്പോയതാ മാമ, ക്ഷമിക്കും മാമ. നീ എന്തോന്നാ നീ കാണിക്കുന്നത്? ഞാൻ വന്നപ്പോഴേ സത്യം എന്താ കാര്യം എന്താ? എടി, ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി മരിക്കുന്നതിന് മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ കല്യാണം കഴിഞ്ഞിട്ടൊരു കുഞ്ഞിക്കാല് കാണണമെന്ന്. അതേ കുഞ്ഞിക്കാല് ഞാൻ ഇവിടെ കണ്ടു. എവിടെ കണ്ടെന്നാ ഈ പറയുന്നേ?
ഇപ്പൊ ഇവിടെ കണ്ടല്ലോ രണ്ട് ആ സ്വപ്നത്തിലായിരിക്കും കണ്ടത്. മാമ ഈ വിളക്ക് കൊണ്ട് കൊടുക്കാൻ നോക്കും. എന്തായാലും ആ കഞ്ഞിക്കാൽ എന്റെ കണ്ണി കാണിച്ചു തന്നല്ലോ. ഇനി ഒട്ടും താമസിക്കേണ്ട. ഈ ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നിന്റെ കല്യാണം എനിക്ക് അങ്ങ് നടത്താം മാമ, നടത്താം. ഓക്കെ. അല്ല, ഈ നിലവിളക്ക് മാത്രം പോരല്ലോ, കട്ടിൽ വേണം അമ്മച്ചി കിടത്താൻ. കട്ടിൽ അപ്പുറത്തെ മുറിയിലെ ഡബിൾ കോട്ടിന്റെ ഒരെണ്ണം കിടപ്പുണ്ട് മാമ, പോയി എടുക്ക്. അമ്മച്ചിക്ക് ഉരുണ്ട് കളിക്കാനല്ല, അമ്മച്ചിയെ കിടത്താനാണ്. സിംഗിൾ കട്ടിൽ മതി. ഇതെടുക്കാൻ പറ്റത്തില്ല. ഇത് എടുക്കും. ഇത് കിടത്തി കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് നടുവേദന. എന്റെ മുന്നേ അമ്മച്ചി മരിച്ചോട്ടെ. എന്റെ തലയിലേറ്റ് വന്ന് കേറിയ മുത്തശ്ശി, എന്റെ കുഞ്ഞിനെ കാത്തോളനെ, ഒന്നും വരുത്തല്ലേ. എന്തോന്നടി നിനക്ക്, എന്ത് പറ്റി? മുത്തശ്ശി മരിച്ചു എന്ന് അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് വിഷമമാ മാമ. നീ ടെൻഷൻ അടിക്കുന്ന മക്കളെ എല്ലാവരും. അമ്മച്ചി എന്തായാലും കിടന്ന് അനുഭവിക്കാതെ മരിച്ച തന്നെ നല്ലത്. നീ ഒന്ന് പിടിച്ചാ ചുമ്മാ നടന്ന ആവശ്യമില്ല പോരി കാണിക്കാം. ഒന്നുമില്ല. എന്തില്ലാന്ന്? നിലവിളക്ക് ഇതിന്റെ അടിയിലില്ല. നിലവിളക്കല്ലേ ഞാൻ കൂടെ വെച്ചിരിക്കുന്നത്. നിനക്ക് എന്ത് പറ്റി കൊച്ചേ? വെപ്രാളോ മാമ? മാമ നീ വിളക്ക് കൊണ്ടുപോ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇനി എന്തെങ്കിലും വേണമെന്ന് വിളിച്ചു ചോദിക്കട്ടെ. ഇതെവിടെ പോയി? പറടാ. ഓക്കെ. അമ്മച്ചിയെ കുളിപ്പിക്കാൻ എടുക്കുമ്പോഴേ ഈ നമ്മളെ പഴയ തുണികളുണ്ടല്ലോ, അതൊക്കെ ഇടാൻ വേണ്ടിട്ട് ഒരു ബോക്സ് വേണം. ഞാൻ കവർ എടുത്തോണ്ട് തരാം മാമ. കവർ വേണ്ട, ബോക്സ് മതി. ബോക്സ് ഇവിടെ ഇല്ലെന്ന്. ബോക്സ് ഈ ഇരിക്കുന്ന ബോക്സ് അല്ലേ? അതെടുക്കാൻ പറ്റില്ല, അതിനകത്ത് എന്റെ തുണിയെല്ലാം ഞാൻ ഇട്ട് വെച്ചേക്കുവാ. എന്റെ പൊന്നെ, നിനക്ക് വേറെ ബോക്സ് എടുത്തോടി. എടി അമ്മച്ചിയുടെ കാര്യമാണ്, ഈ ബോക്സ് വേണം. മാമ ഇത് പഴയ ബോക്സ് ആണ്, ഇത് എടുക്കാൻ പറ്റത്തില്ലെന്ന്. നീ ഇങ്ങോട്ട് മറിക്കാം. ചുമ്മാ ആവശ്യമില്ല അടിച്ച് കയറി തരും കേട്ടോ. ചുമ്മാ തുറന്ന് ചോരും കാണിച്ചിട്ട് വന്നിട്ട്. എന്തോടി ഇത്? ദാമോദര മാമന്റെ ശില്പം. ദാമോദരൻ ചേട്ടൻ ചെറുതായിട്ട് പടം വരയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ശില്പം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഈ ശില്പത്തിന് പഴക്കമുണ്ടല്ല, അത് പുതിയതാണോ? ഇത് ഇച്ചിരി പഴയതാ, 10-30 വർഷത്തെ പഴക്കമുണ്ട്. ചെറിയ ചുളിവുണ്ട്. നമുക്ക് ആ ഇസ്തിരിപ്പെട്ടി എടുത്തൊന്ന് തേച്ചാലോ? നട അടച്ചു, ആൾക്കാരെല്ലാം പോയി, പൂജാരിയും പോയി. പ്രാർത്ഥന നിർത്തിക്കൂടെ? അയ്യോ, ഗുരുവായൂർ അമ്പലല്ലേ ഇത്? ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ ശയന പ്രദർശനത്തിന് കിടന്നതാ. അയ്യോ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ പോട്ടെ. വലിയ പരിപാടിയാണ്. നിനക്ക് ഞാൻ ശരിക്കും തരാം. ആടാ നീ, സത്യം പറ, ആടാ നീ. ഞാൻ മരണം അറിഞ്ഞിട്ട് വന്നതാ. മരണം നമ്മൾ അതിന് പുറത്ത് പറഞ്ഞില്ലല്ലോ. എനിക്കറിയാലോ. അങ്ങനെ അറിയാം. പിന്നെ മനുഷ്യന്മാരായ പിന്നെ മരിക്കില്ല, പോവാറുന്നു. സത്യം പറ, ആരടി ഇത്? അറിയത്തില്ല. എന്തോ ഒരു പരിചയമില്ലേ? ഒരു പരിചയവും ഇല്ല, അറിയത്തുമില്ല, എന്നിട്ടും കട്ടിലിന്റെ അടിയിൽ. സത്യം പറ പട്ടി. ഞാൻ ആരാന്ന് അറിയില്ലേ? അറിയത്തില്ല. നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും, ചിരിച്ചുകൊണ്ട് കൊഞ്ചും, മൊബൈൽ നോക്കി ചോറുണ്ണും. തോലുകളെ ഏറ്റുവാങ്ങാൻ ജിംനേഷിന്റെ ജീവിതം ഇനിയും ബാക്കി. തോൽവി. എന്തോ എന്താണ് നിന്റെ പേര്? തോൽവി. എടാ, നിന്നെ ഞാൻ കുറെ നേരം കൊണ്ട് സൈക്കിളും വിളക്കിനടിച്ച് കൊല്ലും ഞാൻ. സത്യം പറ, ആടാ നീ? അതെ, ഞാൻ പറയാം. പറ. ഞാൻ എന്റെ അച്ഛനെ തിരക്കി വന്നതാ. ആടാ നിന്റെ അച്ഛൻ? കണ്ണിട്ട് കുത്തണം. കണ്ണിട്ട് കുട്ടിയല്ല, നിങ്ങളാണ് എന്റെ അച്ഛൻ. ഞാനാ? നിങ്ങളാണ് എന്റെ അച്ഛൻ. അവന്റെ പുതിയ അടവ് കേട്ടാ? അവൻ എന്റെ മോനാണെന്ന് അവൻ പറയുന്നത്. അയാൾ പറഞ്ഞ സത്യമാ. കഴിഞ്ഞ 2 മാസമായി ഈ സത്യം ഞാൻ അറിഞ്ഞിട്ട്. ഇയാൾ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് ഈ സത്യം വിളിച്ചു പറയാൻ. മാമന്റെ മുഖച്ചായ തകരണ്ടെന്ന് കരുതി മാത്രം ഞാൻ ഇതുവരെ ഒളിച്ചു വെച്ചതാ. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ കട്ടിന്റെ. ഞാൻ വിശ്വസിക്കത്തില്ല. ഒത്തിരി പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. എന്നെ ഒന്നും ചെയ്യരുത്. പല പ്രാവശ്യം ഞാൻ പറയാതെ അവരുടെ അടുത്ത് പറഞ്ഞതാ. ഇപ്പൊ ഒരു അവസരം കിട്ടി, ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ. പാറശാല തങ്കം അല്ല, മലപ്പുറം സിന്ധു, വിളപ്പിശാല ശാന്ത അല്ലാന്ന്, തൊടുപുഴ സുചിത്ര. മക്കളെ, എന്റെ മോനാടി ഇത്. എന്റെ മോനാ. മക്കൾ നീ എവിടെയായിരുന്നു ഇത്രയും കാലം? എന്തു നട ഗിറ്റാറാ താഴെ നോക്കി. ആരെതിർത്തിരുന്നാലും ഞാൻ ഈ കല്യാണം നടത്തി തരും. നിന്റെ മുറച്ചെറുക്കനെ എന്റെ അമ്മ. എടാ മക്കളെ, ഞാൻ കേട്ടാ, ആരെതിർത്തിരുന്നാലും ഞാൻ നടത്തും. എന്നാലും സുചിത്ര എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ല. നിങ്ങൾ ദാമോദരന്റെ മോനല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ കള്ളത്തരം വിളിച്ചു പറഞ്ഞു? രക്ഷപ്പെട്ടു പോണ്ടേ, ചുമ്മാ പറഞ്ഞത് മിണ്ടായിരിക്കും. മക്കളെ ഞാൻ എന്താച്ചാ? ഓ, സുചിത്രയ്ക്ക് സുഖം തന്നെ. അത് ലാലേട്ടനോട് ചോദിക്കേണ്ടി വരും. എന്തിന്? പിന്നെ മോഹൻലാലിന്റെ ഭാര്യയല്ലേ സുചിത്ര? അതല്ല, സുചിത്ര എന്റെ ഭാര്യ, നിന്റെ അമ്മയ്ക്ക് സുഖം തന്നെയെന്ന്. എന്റെ അമ്മ സുചിത്ര ഒന്നുമല്ല. പിന്നെ എന്റെ അമ്മയുടെ പേര് ഓമനമ്മ. പിന്നെ സുചിത്രയുടെ പേര് പറഞ്ഞപ്പോ നീ എന്താ അത് എടുത്തു പറഞ്ഞത്? അമ്മാവന് ഇത്രയും നേരം പറഞ്ഞ പേരിലെ ഏറ്റവും ഒരു കിടുക്കം പേര് സുചിത്രയായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കാരണം പറഞ്ഞല്ലേ. അപ്പൊ രണ്ടിനും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നല്ലേ? ചതിയും വഞ്ചനയും ഈ കുടുംബത്തെ ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല.
അപ്പൊ നീയാണ് എന്നെ പറ്റിച്ചേ. എന്തോന്ന്? ഈ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞു. അമ്മാവൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ സതീനെ മനോജനും കൂടെ കൂടി ഇവിടെ പൊറപ്പിക്കില്ലെന്ന് പറഞ്ഞു. ആ ചവിട്ടി ഇങ്ങനെ തേച്ച് കൊന്നുകള. ഞാൻ ചതിയും വഞ്ചന എന്നാണ് പറഞ്ഞത്. ആ പറയാൻ പറ്റിയ കേസ്. ഞാനിപ്പോ എല്ലാരും അറിയിക്കും. എല്ലാരും വിളിക്കും. നാട്ടുകാരെ എല്ലാരും വിളിക്കും. എല്ലാരും വിളിക്കും. എന്നിട്ട് നിങ്ങളെ രണ്ടുപേരും എല്ലാ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാരും പറ്റേ. ഞാനും പറയും നിങ്ങളുടെ 3 വള്ളിക്കെട്ടിന്റെ കേസ് ഞാൻ പറയും. 3 അല്ല 4 അല്ലേ? ആ 4 ഞാൻ പറയും. ഓ സീരിയസ് ആയിട്ടാ പറയുന്നത്. സീരിയസ് ആയിട്ട് പറയാ. ഇത് ഞാൻ പൊളിക്കും. പൊളിച്ചെടുക്കും. നിങ്ങളിപ്പോ പറഞ്ഞ എല്ലാം എന്റെ കയ്യിൽ റെക്കോർഡിംഗ് ആണ്. അതിന് ഇവള് സാക്ഷി. ഞങ്ങളുടെ കല്യാണത്തിന് അമ്മാവൻ സാക്ഷി. അയ്യോ മക്കളെ, ഓ പറന്നുപോയ പണി ഞാൻ ഏണി വെച്ച് കയറി മാറ്റല്ലാടാ. നല്ല ഗൈഡുകൾ വരട്ടെ. പ്രചോദേട്ടാ, നമ്മൾ ശരിക്കും ഓരോ സ്കിറ്റ് കഴിയുമ്പോഴും അടിപൊളിയായിരുന്നു, അല്ലെ ഗംഭീരമാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മുടെ സന്തോഷവും അതൊക്കെയാണ്. പക്ഷേ എന്താ പറയുക, ചെയ്ത് വന്നപ്പോൾ അതിനകത്തൊരു ഹ്യൂമർ ഒട്ടും വർക്കാകാത്ത പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാര്യം നിങ്ങൾ 3 പേരും ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്കിറ്റുകളുടെ ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് താരതമ്യം ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ സജി വന്നതിന് ശേഷം നമ്മൾ കുറേ സാധനങ്ങൾ പ്രതീക്ഷിച്ചു. സജി, സ്ക്രിപ്റ്റ് എഴുതാനുള്ള സമയം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണോ അതോ? അല്ല, എഴുതി വർക്ക് ചെയ്തു. ചിലപ്പോൾ വർക്കായില്ല, വർക്കൗട്ട് ആയില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതിന് പിടിക്കാം. അങ്ങനെ ആയിരിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഷാജൻ ചേട്ടാ. അല്ല, എനിക്കത് തന്നെ പറയാനുള്ളത്, തിരഞ്ഞെടുത്ത വിഷയം തന്നെ കുറച്ച് പഴമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രയോ സ്കിറ്റുകൾ കണ്ടിട്ടുള്ളതാണ്. കാമുകനെ കട്ടിലിനടിയിൽ നിന്ന് പിടിക്കുന്ന, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മാവൻ എന്നൊക്കെ പറയുന്ന റൂട്ട് തന്നെ ഒരുപാട് പഴമ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ പഴമ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് പുതിയ തമാശകൾ വന്നു കഴിഞ്ഞാൽ, പുതിയ എന്തെങ്കിലും ട്വിസ്റ്റ് പരിപാടികൾ വന്നു കഴിഞ്ഞാൽ അത് വർക്കാവാറുണ്ട് പലപ്പോഴും. പക്ഷെ അതും നമുക്കിന്നിവിടെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഉള്ള പ്രദീപിൻ്റെ ആ ഒരു 2 വിറകളാണ് നമ്മളൊന്ന് ചിരിപ്പിച്ചത്. പിന്നെ അതെടുത്ത് മാറ്റുമ്പോൾ ഉള്ള കൈകൂപ്പിയുള്ള നിൽപ്പ്, അത് പ്രദീപ് നല്ലൊരു ആക്ടറാണ്ട് അത് ചെയ്യാൻ പറ്റി. പിന്നെ സജിയൊക്കെ ഉഗ്രൻ ആക്ടറാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കയ്യിൽ സാധനം ഇല്ലെങ്കിൽ നിലത്ത് നിർത്തിയിട്ട് എൻ്റെ അഭ്യാസം കാണിക്കാമെന്ന് പറഞ്ഞുള്ളൊരവസ്ഥയായിപ്പോയി. സുരശ്രീയുടെ ഭാഗങ്ങൾ സുരശ്രീ ഗംഭീരമായിട്ട് ചെയ്തു. ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു. പക്ഷെ നമ്മൾ നിങ്ങളിൽ നിന്ന് ഇതല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം നല്ല പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്കാ? അല്ല, സജി തന്നെ ആദ്യം കാര്യം പറഞ്ഞു. നമ്മൾ റിഹേഴ്സൽ ചെയ്യാൻ സമയമുണ്ടായിരുന്നു, സ്ക്രിപ്റ്റും കിട്ടി. അത് നിങ്ങൾ നല്ലവണ്ണം കാണാതെ പഠിക്കുകയും ചെയ്തു. പക്ഷേ ആ സാധനം ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അല്ലേ? അതാണ് സത്യം. കാര്യം നമ്മൾ ചിന്തിക്കുന്നതല്ലല്ലോ വേറൊരാൾ ചിന്തിക്കുന്നത്. അപ്പോൾ ചിരിയായിട്ട് അടുത്ത പ്രാവശ്യം വരിക. ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് എന്തിനാ ഒരുപാട് പറയുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ, എത്ര മാർക്ക്? ഞാൻ ഒരു 5000 രൂപ. നസീർക്ക? ഞാനൊരു 4000 രൂപ. ടോട്ടൽ 9000 രൂപ. ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. എൻ്റെ വക ടോട്ടൽ മാർക്ക് 15000 രൂപ. പ്രാവശ്യം നമുക്ക് ഉഷാറാക്കണം കേട്ടോ. ചേട്ടാ? ഓക്കെ. കേശ്വരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റംവരുടെ ടീം കോട്ടയമാണ് വന്നിരിക്കുന്നത്. കോട്ടയം ടീമിന്റെ പെർഫോമൻസ് ആണ്, സ്കിറ്റാണ്. അടിപൊളി. ബാസ്റ്റിനുണ്ട്, വിഷ്ണുണ്ട്, അമലുണ്ട്. നല്ലൊരു കേടി. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ആരും പേടിക്കേണ്ട ഒരു കാര്യമില്ല. തീപ്പൊരി കരുൺ എന്ന ഗുണ്ട ജാമ്യത്തിറങ്ങിയ കാര്യം നിങ്ങളോടൊപ്പം തന്നെ ഞാനും അറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും സിന്ധു, നമ്മൾ അവനെ ഈ നാട്ടിൽ കയറത്തില്ല. പക്ഷെ അതിനുവേണ്ടിയാണ് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഈ മെമ്പർ അരിപ്പൊടി വക്കച്ചൻ നിങ്ങൾക്ക് വേണ്ടി പ്രതിഷേധ ധർണ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ധർണയെ വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അല്ല, ഇതേതാ എന്റെ പഞ്ചായത്തിൽ നൈറ്റ് ഇട്ട പുതിയൊരു വോട്ടർ? നമ്മൾ ഇവിടുത്തെ പുതിയ താമസക്കാരാണ് പുള്ളേ. അല്ല, ഈ പഞ്ചായത്തിലുള്ള എല്ലാ ആൾക്കാരും എനിക്ക് ആരാ മനസ്സിലായില്ല. നമ്മൾ ഇന്ന് രാവിലെ വന്നതാ ഉള്ളേ. എവിടെ വീടോടെയാ? ചൈനയിലാണോ? ചൈനയല്ലേ പുള്ളേ, നമ്മുടെ വീട് കൊല്ലത്താണ്. കൊല്ലത്തവിടെ? കൊല്ലത്ത് കുണ്ടാന്ന് നിന്റെ പണി നോക്കി ഇനി റേഷൻ കടയിൽ പോകാൻ എന്നെ വിളിക്കട്ടോ. അപ്പൊ മെമ്പറിന് അതൊന്നും അറിയില്ലേ? അറിഞ്ഞില്ല. ഈ തീപ്പൊരി കരുണനെതിരെ മൊഴി കൊടുത്തു ആരാ? ഞാനാ. എഴുന്നേറ്റ്. എന്തിനാ മെമ്പറെ? ഒന്ന് സ്മൈൽ ചെയ്തേ. എന്തിനാ മെമ്പറെ? അല്ല, പഞ്ചായത്തിന് പോകാൻ നിനക്ക് ഒരു ആദരാഞ്ജലി ഫ്ലെക്സ് വെക്കാൻ വേണ്ടി. മെമ്പറെ, ഞാൻ വല്ല തെറി പറഞ്ഞ മെമ്പറെ ചെയ്ത് കൊടുത്തു പോകും കേട്ടോ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ ഇവിടെ അല്ലേ ഇരിക്കേണ്ടത്, നീ ഇരിക്കേണ്ടത് അവിടെയാണ്. എടാ, നീ അല്ലേ ആ വേദി അലങ്കരിക്കേണ്ടത്. മെമ്പറെ, ഞാൻ ആ വേദി അവിടെ വന്ന് അലങ്കരിച്ച എന്റെ പിള്ളേർക്ക് എന്റെ പെട്ടി അലങ്കരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നോളോ. എടാ, നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ മെമ്പർ അല്ലേ ഇവിടെ ഉണ്ടോ? ഉറപ്പാണോ? ഉറപ്പായിട്ട് രക്ഷപ്പെടുത്തും. അങ്ങനെയാണ് ഞാൻ വരാം. സമയമാമ്രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഇത്
ഇതെന്നെ ആസ്ഥാനത്ത് ഒരു പാട്ട്. അത് നമ്മുടെ സൗണ്ടിലെ സുഭാഷ് സൗണ്ട് ചെക്ക് ചെയ്തു. ബാക്കിയുള്ളവന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി ദേണ്ട് ആ വേലിയിൽ പോയിരുന്നു കൊഞ്ചനം കുത്തിയിട്ട് തിരിച്ചാണ്. എടാ നീ ഒരു ആണാണോ? എടാ ആണുങ്ങളായ കുറച്ച് ധൈര്യം വേണം. നീ എന്നെ കണ്ടുപിടി. എന്തൊരു ധൈര്യമാ എനിക്ക്. ആർക്ക് ധൈര്യമാണ്? എനിക്ക്. എന്റെ പൊന്നു ഷാജോൻ ചേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഈ പുള്ളിയുടെ വീടിന്റെ പരിസരത്തോടെ നടന്നു വരുമായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഭയങ്കര ലൈറ്റ്. ഞാൻ ആദ്യം ഓർത്ത് ഏതെങ്കിലും സ്റ്റേജ് പരിപാടി സംഘടിപ്പിക്കണാന്ന്. അടുത്ത് എന്ന് നോക്കിയപ്പോ എന്നാ പുള്ളിയുടെ അച്ഛനും 3 അനിയന്മാരും ടോർച്ചടിച്ച് കൊടുത്തോണ്ടിരിക്കുക. അവന് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട്. അവനാണ് ധൈര്യത്തിന്റെ കാര്യം എന്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് നിന്റെ പ്രൊട്ടക്ഷനിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. ഞാൻ നാട് വിട്ട് പോകാൻ പോവാ. എടാ നിനക്ക് ഇത്ര പേടിയുണ്ടെ പിന്നെ നീ എന്തിനാ തീപ്പൊരി കരണ്ടന്റെ പേരിൽ സാക്ഷി പറഞ്ഞു? ഞാൻ സാക്ഷി പറഞ്ഞൊന്നുമല്ല. എന്റെ പൊന്നു മെമ്പറെ, ഞാൻ മാർക്കോ സിനിമ കണ്ടിറങ്ങി തിരിച്ചു വരുമായിരുന്നു. അപ്പൊ പത്രക്കാരൊക്കെ നാട്ടുകാരോട് എന്തോ ചോദിക്കുന്നു. എടാ അതാ സുധാകരനെ തല്ലിയത് കർണാണെന്നല്ലേ ചോദിച്ചത്? ഇത് ഞാൻ അറിഞ്ഞോ? ഞാൻ ഓർത്തു മാർക്കോന്റെ റിവ്യൂ ചോദിക്കണായിരിക്കുന്നു. ഞാൻ ചെന്ന് കേറി കൊടുത്തിട്ട് പറഞ്ഞു കേടലോ പോയിട്ടായിരുന്നു, ചോര തെറിച്ച് ഞാൻ മൊത്തം കണ്ടെന്ന്. ഞാൻ അങ്ങനെ സാക്ഷിയായി. കോടതി സത്യം പറഞ്ഞാ പോരെ? അതല്ലേ പ്രശ്നം. സത്യം പറയാൻ പറഞ്ഞ എന്റെ വായിലെ കള്ളം മാത്രമേ വരൂ. ഞാൻ അങ്ങനത്തെ ഒരു കൽപ്പന കെട്ടവനാ. അങ്ങനെ ഞാൻ ഈ കേസിൽ 1-ാം പ്രതിയായി. എന്ത് ചെയ്യൂ? അതുകൊണ്ട് മെമ്പറെ, ഞാൻ എന്റെ ജീവനെ പേടിയുണ്ട്. ഞാൻ പോട്ടെ. അല്ല നീ പോകാൻ പറ്റത്തില്ല. നീ ഇവിടെ നിൽക്കണം. കാരണം നീയാണ് ഇവിടുത്തെ മുഖ്യ അതിഥി. മെമ്പറിന് വടയും ചായ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടം. അത് എന്റെ വീട്ടിൽ നിന്ന് തന്നെ കുടിക്കണം ഇത്ര നിർബന്ധം എന്തിനാ മെമ്പറെ? ഒരു മധ്യവേനൽ ചൂടിൽ ദൂരെ നഗരവാസിയാം തരുണൻ ഒരു പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെല്ലാരും ഇത്ര നേരം സ്നേഹത്തോടെ കാത്തിരുന്ന നമ്മുടെ തീപ്പൊരി കരുണൻ ചേട്ടാ എത്തിയിരിക്കുകയാണ്. എല്ലാരും ഈ അവസരത്തിൽ തീപ്പൊരി ചേട്ടാക്കി സ്വാഗതം കൊടുക്കണം. അർപ്പിച്ചു കൊടുത്തു. സ്വാഗതം 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 തീപ്പൊരി കരുണൻ ചേട്ടാ. എന്ത് ചേട്ടാ ഇത്? രാവിലെ ജയിലിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോ ബസ് കിട്ടിയില്ല. അവിടെ ഇങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് കങ്കാരുവിന്റെ വേസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ് കുറേമാര് വന്ന് വേസ്റ്റ് ഇട്ടിട്ട് പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ലോകം. അല്ല ജയിലിൽ പോയപ്പോ വല്ലാണ്ടങ്ങ് തടിച്ചു കൊടുത്തില്ലോ ചേട്ടായി. അയ്യോ തൊടല്ലേ, ഇടികൊണ്ട് പഴുത്തിരിക്കുക. ഒരുപാട് തല്ലിയോ പോലീസുകാര്? തല്ലിയോന്നോ? എടാ നിനക്കറിയാവോ, അവിടുത്തെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയില് 340 ഓറുണ്ട്. അതെങ്ങനെ ചേട്ടായിക്ക് അറിയാം? എന്നെ തലകീഴായിട്ട് കെട്ടി തൂക്കിയപ്പോ ഞാൻ എണ്ണിയത്. ഈ ജയിലിലെ ജീവിത ശൈലികളൊക്കെ എങ്ങനെയുണ്ട്? അയ്യോ, ഈ ജയിലെന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം കേട്ടോ. അറിയാം. അവിടെ ഈ ഗുണ്ടകളുടെ വലിയൊരു സങ്കേതം തന്നെ ഉണ്ട്. ഒരുപാട് ഒരു പതിവുണ്ട്, നടയടി എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ട് കയറി ചെന്നത് ഒരു 10 മുറ്റ് കൊണ്ട് എന്റെ ചുറ്റിനും അങ്ങ് നിറഞ്ഞ്. എന്തിനാ? എന്നെ തല്ലാൻ. ഒരൊറ്റ ഡയലോഗ് ഞാൻ പറഞ്ഞതേ. അമാരൊന്നും എന്നെ തൊട്ടില്ലല്ലോ. എന്നോടല്ലേ കൊച്ചേട്ടായി പറഞ്ഞത്? ഞാൻ നിക്കറ മുള്ളിരിക്കുകയാണ്. ഈ അയ്യേ അവിടെ നിന്ന 10 ഗുണ്ടകളിലെ മോത്തി ഞാൻ കണ്ട്. ഇതിനെല്ലാം കാരണം ആ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരുത്തനാ. നീ അവന്റെ കൂട്ടുകാരനല്ലേ? അല്ല. അപ്പൊ നിനക്കറിയായിരിക്കുമല്ലോ അവൻ എവിടെ ഉണ്ടെന്ന്. ഇല്ല. അറിയാം. അറിയത്തില്ലടാ. സത്യം പറയടാ. അവൻ എവിടെ ഉണ്ടാ? എന്നെ മുദ്ര വെക്കരുത്, ഞാൻ പറഞ്ഞു തരാം. എവിടെ ഉണ്ടാ അവന്മാര്? അവനെ കൊട്ടക്കകത്തുണ്ട്. എനിക്കു നേരെ എടുത്തു ചൂണ്ടിയ കറുത്ത വിരലുകളെ അറുത്തു മാറ്റാൻ പോന്നൊരു മൂർച്ചയിലിരിക്കയാണ് ഈ ഞാൻ. ഭക്തിയുള്ളിൽ പണ്ടേ ഞാൻ ഇരുണ്ട തക്ഷകൻ. കള്ളം പറയുന്നോടാ പുല്ലേ. ആ കൊട്ടക്കകത്തൊന്നുമില്ലല്ലോ. ഇല്ലേ? ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. ആ നാളായിരിക്കും. ഒരു കാര്യം ചെയ്യോ ചേട്ടായി, 2 വാക്ക് സംസാരിക്കോ? സംസാരിക്കാലോ. അതിനെന്ത് വിഷയം? പ്രിയപ്പെട്ട ഇങ്ങനെയാണ് മിന്നാമിന്നിന്റെ മുട്ടിൽ വെട്ടമുണ്ടാകുന്നത്. ചേട്ടായി ഒന്നുമില്ലടാ, ഒരു ചെറിയ തരിപ്പ് പോലെ. അല്ല ഇതന്നെ ഇത്. അത് ഷോക്ക് അടിക്കുമായിരുന്നു. പ്രിയപ്പെട്ട എന്നോടാ കരയാമയോ? അത് ഈ വേനലാണല്ലോ, കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും. വേനലിന്റെ അല്ലല്ലോ ഇത്. അല്ലേ? കണ്ണൻ ചേട്ടായി വിഷയം ഉണ്ടാക്കരുത്. കണ്ണൻ ചേട്ടായി പോകരുത്. കരയാമ പാവാണ്, വിഷയം ഉണ്ടാക്കരുത്. നിന്ന് കുഞ്ഞിക്കുഞ്ഞല്ലേ ദിലീപ് കളിക്കാതെ മാറാ. ഇവന്റെ കയ്യിൽ എന്റെ പട്ടി ചെന്ന് കൊടുക്കും. പോടാ, നിന്നേക്കാ ബുദ്ധി ഉണ്ടായിരിക്കും. അങ്ങോട്ട് പോവാണല്ലോ. ബാംഗ്ലൂര് ഫ്ലൈറ്റിൽ കയറി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ഒരു കരുണ ഞാൻ കാണിക്കുകയല്ല.
നോക്കുന്നു ഒന്നുമില്ലടാ കുഞ്ഞാറ്റെ നാടിന് ഭാരവാഹി അടിക്കരുത്. എന്റെ കല്ലടിച്ച് അങ്ങനെയല്ല ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ സെറ്റ് കയറുന്ന വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അവരെ പിടിച്ചില്ല, പോയി തല്ലി. നാളെ മിസ്സാവുന്നു. ഈ സമ്മേളനം പിരിച്ചു വിട്ടായിട്ടൊന്ന് അറിയിച്ചേക്കണം കേട്ടോ. ചേട്ടാ തല്ലരുത്, തല്ലും തല്ലരുത്, തല്ലും 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 ചേട്ടാ തല്ലരുത്, തല്ലും തല്ലരുത്, തല്ലും. ഒരു ടൈലന്റ് പോലും ഇല്ലാതെ നിങ്ങളെന്തിനാ എനിക്ക് വേണ്ടി കരയുന്നു? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കര. നാളെ മുതൽ ഈ ടൗണിൽ പുതിയ ഗുണ്ട വന്നു. ചിരിക്കരുത് കുഞ്ഞാറ്റ. ചത്തില്ലായിരുന്നു. സ്പ്രിങ് കത്തി കുത്തി ആരും ഇതുവരെ ചത്തിട്ടില്ലല്ലോ. കരുണൻ ചേട്ടായി, ഒരു കരുണ നിന്റെ അടുത്ത് ഞാൻ കാണിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഞാൻ പോട്ടെ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ സമ്മേളനം പിരിച്ചു വിട്ടിരിക്കുന്നു. കരുണിന് നല്ലൊരു കൈയട, കൈയടി. അമലെ, വിഷ്ണു, ബാസ്റ്റിൻ, എന്ത് തോന്നി നിങ്ങൾക്ക്? കളിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? എങ്ങനെ തോന്നി? ഹാപ്പിയല്ല. സാധാരണ നമ്മൾ സ്കിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറയും കണ്ടതൊന്നും ഇല്ല, അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിനകത്ത് കണ്ടതെല്ലാം ഉണ്ട്. നമുക്ക് അതിശയം വന്നാൽ നിങ്ങൾ രണ്ടുപേരും കളിച്ചതിന് ശേഷം ഒരുപാട് നേരം അമല കോട്ടയ്ക്കകത്ത് കയറിയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് വേറെ എന്തെങ്കിലും കൗണ്ടറോ വേറെ എന്തെങ്കിലും കളി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കളിച്ച് കയറ്റുന്നുള്ളവർ അമലിനെ മിസ് ചെയ്യുന്നുണ്ട്. കാര്യം ഒന്നാമത് നമ്മൾ 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ തിരഞ്ഞെടുത്തൊരു വിഷയം എന്ന് പറയുന്ന ഒരു പഴയ വിഷയമായിട്ട് തോന്നി. നിങ്ങൾ കളിച്ച സ്കിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമില്ലായ്മ എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഹ്യൂമറിൻ്റെ കുറവുണ്ട്, പിന്നെ പ്ലേ ഒരുപാട് കുറവുണ്ട്. നമ്മളെല്ലാം കണ്ട സാധനങ്ങൾ തന്നെയാണ്. അപ്പം ഇത് പോട്ടെ, ഇനി അടുത്തതിൽ പൊളിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഓക്കെ, ഓൾ ദോസ്. ചേട്ടാ കുഴപ്പമുണ്ടായിരുന്നു, ഒത്തിരി അല്ല, നല്ല കുഴപ്പമുണ്ടായിരുന്നു. ഇത് പോരാ. ഇതിപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ഗുണ്ട വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പൊക്കെ കണ്ടിട്ടുള്ളൊരു സ്കിറ്റിനപ്പുറത്തേക്ക് പോകാൻ നിങ്ങൾക്കിന്ന് പറ്റിയില്ല. നിങ്ങൾ 3 പേരും നന്നായിട്ട് കിടന്ന് പെർഫോം ചെയ്തു. നന്നായിട്ട് 3 പേരും അവരവരുടെ ഭാഗങ്ങൾ ചെയ്തു. ഡയലോഗ്സ് എല്ലാം യാതൊരു തെറ്റോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ പറഞ്ഞു എന്നുള്ളതിനപ്പുറം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സാധാരണ വരാറുള്ള ലെവലിലുള്ള ചിരികളൊന്നും ഇന്ന് വന്നില്ല എന്നുള്ളതാണ്. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം കേട്ടോ. നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. സംഭവം ഒരു പഴഞ്ചനായിപ്പോയി. സാധാ ഒരു സ്കിറ്റ്, നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു സ്കിറ്റല്ല അത്. കാര്യം നിങ്ങൾ നല്ലത് മാത്രം കൂടെ അടുപ്പിച്ചിങ്ങനെ തന്നുകൊണ്ടിരുന്നിട്ട് നമ്മൾ ആ ഒരു റേഞ്ചിൽ തന്നെ കാണാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഈ എടുത്ത സബ്ജക്റ്റ് അതേപോലെ ഒരു പഴമയുള്ളൊരു സാധനം, അതിലടിച്ച കൗണ്ടറുകളും അതിൻ്റെ അകത്തെ ആക്ടിവിറ്റീസും ഒക്കെ നീ മനഃപൂർവ്വം കൊട്ടയ്ക്കകത്ത് കയറി കുറേ നേരം മിണ്ടാതിരുന്നല്ലേ. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങളുടെ മുഖത്തതുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് പ്രശ്നം. അടുത്ത പ്രാവശ്യം നന്നായിട്ട് വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ എത്ര മാർക്ക്? ഞാൻ ഇവർക്കൊരു 3000 രൂപ കൊടുക്കും. 3000 രൂപ. നസീർക്ക? ഞാൻ 3000 രൂപ. ടോട്ടൽ 6000 രൂപ. പ്രചോദേട്ടാ? ടോട്ടൽ എമൗണ്ട് 10000 രൂപ. അപ്പം അടുത്ത പ്രാവശ്യം ആ വഴിയിലേക്ക് പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരും. മക്കളെ, നമ്മള് പോകാനുള്ള സമയമായിട്ടുണ്ട്. കഴിഞ്ഞു. അങ്ങനെയാണല്ലോ, വന്നു കഴിഞ്ഞാൽ സ്കിറ്റ് കാണുന്നു, ചിരിക്കുന്നു, പോകാനുള്ള സമയം ചെടപടേന്നായിരിക്കും. നാളെ ഒരുപാട് ചിരിച്ച് സൗണ്ടും പോയി. എനിക്ക് സൗണ്ടിനൊന്നും കുഴപ്പമില്ലല്ലോ. ഞാൻ പോയി റെസ്റ്റ് എടുക്കാം. ഞാൻ പൂർവാധി ശക്തിയോടെ അടുത്ത ദിവസം തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് ഇവിടെ ഞങ്ങൾ ഒരുപാട് സ്കിറ്റുകളും ചിരികളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്.